നമുക്കെല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടറാണിത്. മെയിനായിട്ട് മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല നല്ല രീതിയിൽ മുടി വളരാൻ ഇത് നന്നായിട്ട് സഹായിക്കും. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ 7 ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഡേ 5 ഒരു കെരാറ്റിൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഞാൻ ഇന്നലെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് തിക്കനാവുകയും നല്ല ഡബിളായി കിടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ നന്നായിട്ട് ഓയിൽ ചെയ്ത് നന്നായിട്ട് ഓയിൽ തേച്ചിട്ട് പാക്ക് ഇട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പാക്കിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പതിയെ പറഞ്ഞു തരാം. മൂന്നാമത്തെ ദിവസം പാക്ക് ഇട്ടപ്പോൾ നമ്മുടെ മുടി അത്യാവശ്യം ഓയിലി ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ കെരാറ്റിൻ പാക്ക് ചെയ്ത് നമ്മുടെ ഓയിൽ എല്ലാം കംപ്ലീറ്റ് മാറി നമ്മുടെ മുടി നന്നായിട്ട് ഓയിൽ മുഴുവൻ പോയി ഡ്രൈ ആയി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഓയിൽ ഇപ്പോൾ തേച്ചിട്ടുണ്ട്. കൂടാതെ ഞാൻ പാക്കും ഇട്ടിട്ട് നിൽക്കുകയാണ്. നമ്മളിന്ന് സിമ്പിളായിട്ട് ഒരു ഹെയർ ഗ്രോത്ത് വാട്ടറാണ് ചെയ്യാൻ പോകുന്നത്. പാക്കെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മുടിയുടെ വളർച്ച സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു വാട്ടർ, ഒരു ഹെയർ ഗ്രോത്ത് വാട്ടറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ പേരയിലയാണ്. പേരയില കയ്യിലില്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേരയില ഇല്ലാതെ നമ്മുടെ പാക്ക് ചെയ്യാം. പക്ഷേ പേരയില ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പേരയില നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പേരയില പാക്കായിട്ടും ഹെയർ ഗ്രോത്ത് വാട്ടറായിട്ടും ഗ്രോത്ത് ടോണിക്കായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തളിരിലകൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. തളിരിലകൾ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. പിന്നെ ഒരുപാടൊന്നും ആവശ്യമില്ല. ഞാനൊരു 5-8 തളിരില എടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ പേരയില കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ പാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പേരയില കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പേരയിലയുടെ കൂടെ തന്നെ നമുക്ക് ഒരു 2-3 ഗ്രാമ്പൂ എടുക്കാം. ഗ്രാമ്പൂ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ടറാണ്. കൂടാതെ താരൻ്റെ പ്രശ്നമോ മുടി കൊഴിച്ചിലോ എന്ത് തന്നെയായാലും ഒക്കെ മാറ്റിയെടുക്കാൻ ഗ്രാമ്പൂ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേണ്ടത് കരിഞ്ചീരകമാണ്. 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. കരിഞ്ചീരകം അങ്ങനെ തന്നെ ചേർക്കാതെ കഴുകി ചേർക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നന്നായിരിക്കും. ഞാൻ ഓൾറെഡി കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന കരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തേയിലപ്പൊടിയാണ്. 1 സ്പൂൺ നിറയെ തേയില എടുത്തിട്ടുണ്ട്. തേയില മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ പാക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പേരയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേതെങ്കിലും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിലോ ഒരെണ്ണമൊക്കെ ഇല്ലാന്നുണ്ടെങ്കിലോ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു 1-1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനൊരു വലിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒറ്റ യൂസിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിള വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ സത്ത് മുഴുവൻ വെള്ളത്തിൽ കിട്ടുന്ന ആ ഒരു സമയം വരെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയൊരു 1-1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് 1 ഗ്ലാസ് ആകുന്ന സമയം വരെ തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ പാകമായിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് നേരമൊക്കെയാണ് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തുണി ഉപയോഗിച്ച് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ തുണി തന്നെ ഉപയോഗിച്ച് അരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്കിത് കറക്റ്റായിട്ട് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അരിപ്പയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഹെയർ ഗ്രോത്ത് വാട്ടർ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരം മാറ്റാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. കൂടാതെ നന്നായിട്ട് മുടി വളരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഹെയർ ഗ്രോത്ത് വാട്ടർ തേച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഹെയർ ഗ്രോത്ത് വാട്ടർ തേക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ഓയിൽ നമ്മൾ തേച്ച് കൊടുക്കണം. ഡേ 5 നമ്മൾ തേച്ച കെരാറ്റിൻ്റെ പാക്ക് മൂലം മുടി നന്നായിട്ട് ഫ്രിസി ആയിട്ടും ബൗൺസി ആയിട്ടും കിടന്നിരുന്നതാണ്. ഞാൻ ഇതിന് മുന്നേ തന്നെ ഇത്തിരി ഓയിൽ തേച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ തേക്കുന്നത് അത് തേച്ച് കൊടുക്കണം. ഞാനിവിടെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുടിയിൽ അത്യാവശ്യം ഓയിൽ നമ്മൾ തേച്ച് കൊടുക്കണം. കാരണം നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടറിൽ പേരയിലയും ചായപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും അത്യാവശ്യം നന്നായിട്ട് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഓയിലൊന്നും അതിൽ ചേർത്തിട്ടുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓയിൽ നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കണം. എനിക്ക് കെരാറ്റിൻ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓയിൽ തേക്കാൻ നല്ല മടിയാണ്. പിന്നെ നമ്മുടെ മുടി ഒത്തിരി നേരത്തേക്ക് ഡ്രൈ ആയിട്ട് കിടക്കുന്നത് നന്നല്ലല്ലോ എന്ന് കരുതിയാണ് ഓയിൽ തേക്കുന്നത്. ഇനിയിപ്പോൾ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും ഒരു പരിധിയിൽ കൂടുതൽ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിലോ ഹെയർ സെറമോ ഒക്കെ എടുത്തിട്ട് തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ഹെയർ ഗ്രോത്ത് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പേരയിലയുടെയും തേയിലയുടെയും അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെയൊക്കെ സത്ത് മുഴുവൻ ഇറങ്ങിയിട്ടുള്ള ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പാക്ക് ഉള്ളത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ സ്പ്രേ ബോട്ടിൽ അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള വാട്ടറി കൺസിസ്റ്റൻസിയിലുള്ള പാക്കുകൾ ഇടുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ അല്ലാതെ തന്നെ തേക്കുകയാണ്. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തുന്നത് പോലെ നമ്മളിത് തേച്ച് കൊടുക്കണം. പിന്നെ നെറ്റ് കയറലിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ ഉറപ്പായിട്ടും നെറ്റിയുടെ സൈഡിലായിട്ടൊക്കെ ഈ പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ജനറ്റിക്കലി കിട്ടിയ ഒരാൾക്ക് മാറണമെന്നില്ല. എന്നാൽ നമുക്ക് മുടി ഉണ്ടായിരുന്നിട്ട് നെറ്റ് കയറുന്ന പ്രശ്നമൊക്കെ വന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ സ്കാൽപ്പിൽ മുഴുവൻ നമ്മൾ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മുടിയിലും തേച്ച് കൊടുക്കാം. വളരെ നല്ല ഗുണമുള്ള ഒരു വാട്ടറാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുടിക്ക് നല്ലതാണ്. മുടിയിലെ ഓയിലെല്ലാം പോയിട്ട് ഇച്ചിരി ഡ്രൈ ആകുമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അധികം ഡ്രൈ ആകില്ല. പിന്നെ പാക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് ജെൻറ്റിലായിട്ട് ഒരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ നന്നായിട്ട് മുടിയിലും സ്കാൽപ്പിലും എല്ലാം പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മുടിയിൽ തന്നെ വെച്ചേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലതും ഉള്ളവരാണെങ്കിൽ അധികം നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മുടി സംബന്ധമായ ഏത് പ്രശ്നത്തിനും ഈ പാക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി വേറൊന്നും ഇല്ല, നമ്മളിത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാകും. ഇന്നത്തെ പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും റിസൾട്ടും ഉണ്ടാകും. പ്രത്യേകിച്ച് വാഷ് ചെയ്യുമ്പോൾ കൂടുതലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് വാഷ് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ 8ാമത്തെ ദിവസം നമ്മൾ പാക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നോർമൽ വാട്ടർ ഉപയോഗിച്ച് നമ്മൾ ഹെയർ കഴുകിയാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.